കരകളും ശബ്ദം ഉയർത്തി കർത്താവിന് നല്ലൊരു മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഈ വർഷാവസാനത്തിലോട്ട് എത്തുമ്പോൾ എത്ര പേർക്ക് ഒരാദിയുണ്ട്? ഒരാദി. ഒരു കാര്യത്തിൽ എല്ലാവർക്കും ആദ്യം ഉണ്ടാവും. അയ്യോ, എനിക്കൊരു വയസ്സോടെ കൂടിയല്ലോ, എനിക്ക് 59 ഇപ്പം 60 ആയല്ലോ, 75 ഇപ്പം 76 അല്ലേ? അങ്ങനെയൊന്നും വയസ്സിനെ ഓർത്ത് ആവലാതിപ്പെടേണ്ട. നിൻ്റെ ആത്മാവിനെ ഓർത്ത് ആവലാതിപ്പെട്ടാൽ മതി. നാളെ കർത്താവ് വന്നാൽ എനിക്ക് സ്വർഗത്ത് പോകാൻ പറ്റുമോ? നിൻ്റെ ആവലാതി അതായിരിക്കട്ടെ. ആമേൻ. എന്തെല്ലാം നിങ്ങൾ കണ്ടാലും എന്തെല്ലാം നിങ്ങൾ കേട്ടാലും ഈ ദൈവത്തിൻ്റെ തിരുവചനം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് ചെല്ലുന്നില്ല എങ്കിൽ നിൻ്റെ ആത്മീയ ജീവിതം അമ്പേ പരാജയമാണ്. ഒരുപാട് കൃപാവരങ്ങളുണ്ട്. രോഗികളെ സൗഖ്യമാക്കാനുള്ള കൃപ, ഭൂതങ്ങളെ പുറത്താക്കാനുള്ള കൃപ, ദൂത്, ഇതെല്ലാം നല്ലതാണ്. പക്ഷേ ഇതിനൊക്കെ മുകളിൽ നിൽക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ കൃപാവരങ്ങളൊക്കെ ദൈവവചനത്തിൻ്റെ ഒരു പാർട്ടാണ്. ദൈവവചനത്തിൽ നിന്ന് ഉരുവാകുന്നതാണ്. അതുകൊണ്ട് ദൈവവചനത്തിന് വേണം ആദ്യമേ ഇമ്പോർട്ടൻ്റ് കൊടുക്കുവാൻ. അതുകൊണ്ട് നിങ്ങൾ ചർച്ചിൽ വരുമ്പോൾ അന്ന് അവിടെ കേൾക്കുന്ന ദൈവത്തിൻ്റെ തിരുവചനം അതിനെ സ്വീകരിച്ച് അതിനെ ഒന്ന് ഹൃദയത്തിൽ കൊണ്ടിട്ട് ഒന്ന് ഉറപ്പിക്കണം. ആമേൻ. അങ്ങനെ ഉറച്ചാൽ ഒരു പ്രതിസന്ധി വന്നാലും നിങ്ങൾ പതറിപ്പോകത്തില്ല. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾക്കൊരു വലിയ സൗഖ്യം കിട്ടി. ഈ സൗഖ്യം നിങ്ങൾ 10 ദിവസം കൊണ്ട് മറക്കും. ആ സൗഖ്യം നിങ്ങളുടെ മനസ്സിൽ നിൽക്കത്തില്ല. കാരണം അതിനേക്കാളും വലിയ മറ്റൊരു പ്രശ്നം കയറി വരും. അപ്പോൾ അത് മറന്നിട്ട് ഈ സൗഖ്യത്തിൻ്റെ പുറകെ, ഈ രോഗത്തിൻ്റെ പുറകെയാവും. എന്നാൽ ദൈവത്തിൻ്റെ തിരുവചനം നിന്റെ ഹൃദയത്തിൻ്റെ അകത്ത് ബലപ്പെട്ടാൽ എത്ര വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിലും നിങ്ങൾ തകർന്നു പോകത്തില്ല, നിങ്ങൾ നിരാശപ്പെട്ടു പോകത്തില്ല. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ നിങ്ങളെ ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ തിരുവചനമാണ്. ആ തിരുവചനത്തിൽ നിങ്ങൾ ബലപ്പെടാത്തിടത്തോളം കാലം നിങ്ങൾ ശിശുക്കളാണ്. ആത്മീയ ജീവിതത്തിൽ നിങ്ങൾ ശിശുക്കളാണ്. ഈ കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ല? എന്തിലൊന്ന് കണ്ടാൽ പെട്ടെന്ന് അവർ പേടിക്കും. എടാന്നൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങും, അല്ലേ? അത് ശിശുവിൻ്റെ സ്വഭാവമാണ്. അതുപോലെയാണ് ആത്മീയ ജീവിതത്തിൽ വചനത്താൽ ഉറയ്ക്കാത്തവർ ശിശുക്കളാണ്. ചെറിയ കാര്യങ്ങൾ വന്നാൽ മതി അവർ പതറിപ്പോവും. അയ്യോ എന്ന് വിളിക്കും, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയും, യേശുവിനെ മറക്കും, സ്നാനപ്പെട്ടതിനെ പറ്റി മറക്കും, ദൈവിക അഭിഷേകം മറക്കും. സ്തോത്രം. അപ്പോൾ ലോകത്തിൻ്റെ സമ്മർദ്ദം വരുമ്പോൾ നിങ്ങൾ ഇടുങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ, നിങ്ങൾ കുലുങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ അത്യാവശ്യമായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം വചനത്തിൽ ബലപ്പെടുക. വചനത്തിൽ അടിസ്ഥാനപ്പെട്ട് ബലപ്പെട്ട് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനെ കെട്ടി ഉയർത്തണം. അങ്ങനൊരു വ്യക്തിക്ക് മാത്രമേ ആത്മീയ ജീവിതത്തിൽ നേരോടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. കരങ്ങൾ ഉയർത്തി എൻ്റെ കർത്താവിന് നല്ലൊരു മഹത്വം കൊടുത്താട്ടെ. സ്തോത്രം. അതുകൊണ്ടാണ് യേശു കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിൽ 2 വ്യക്തികളെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഒന്ന്, പാറയുടെ മുകളിൽ ആഴത്തിൽ കുഴിയെടുത്ത് വീട് വെച്ച ഒരു മനുഷ്യനെയും മണ്ണിൻ്റെ അകത്ത് വീട് വെച്ചൊരു മനുഷ്യനെയും 2 ഉപമകൾ കാണിക്കുന്നുണ്ട്. സ്തോത്രം. അതിനെ മത്തായി 7:24 ഇങ്ങനെ വായിക്കുന്നു: ആകയാൽ എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാവുന്നു. യേശു പറയുന്നു, ആകയാൽ എൻ്റെ വചനങ്ങൾ കേട്ട് അത് ചെയ്യുന്നവനൊക്കെയും പാറയുടെ മുകളിൽ വീട് വെച്ച മനുഷ്യന് തുല്യനാവുന്നു. ഒരിക്കൽ കൂടെ ഞാൻ വിളിച്ചു പറയാം. യേശു കർത്താവ് പറയുന്നു, എൻ്റെ വചനം കേട്ട് അത് ചെയ്യുന്നവൻ പാറയുടെ മുകളിൽ അടിസ്ഥാനമിട്ട് വീട് പണിതവന് തുല്യനാകുന്നു. ഹല്ലേലൂയ. എന്നാൽ യേശു കർത്താവിന്റെ താഴെ പറയുന്നു, എന്നാൽ ഈ വചനങ്ങൾ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിൽ മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. അപ്പോൾ യേശു പറയുന്ന 2 ഉദാഹരണങ്ങളാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ അടിസ്ഥാനമിട്ട് ജീവിക്കുന്നവൻ പാറയുടെ മുകളിൽ ആഴത്തിൽ കുഴിയെടുത്ത് ബേസ്മെന്റ് ഇട്ട് വീട് വെക്കുന്നവനോട് തുല്യമാണ്. അതിന്റെ കാരണം പറയുന്നത്, വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച് ആ വീട്ടിന്മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. കണ്ടോ? ദൈവത്തിന്റെ വചനം പറയുന്നു, വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച് ആ വീട്ടിന്മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമിട്ട് പണിതാകിയാൽ അത് വീണുപോയില്ല. ആമേൻ. അപ്പോൾ ഇവിടെ ദൈവം ഉദ്ദേശിക്കുന്നത് ക്രിസ്തു എന്ന പാറമേൽ
ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിന്റെ ആത്മീയ ഭവനം നീ കെട്ടി ഉയർത്തുന്നതെങ്കിൽ ഒരു പനി വന്നാലോ ഒരു ക്യാൻസർ വന്നാലോ നീ കുലുങ്ങിപ്പോകത്തില്ല. ഒരു കടഭാരം വന്നാൽ നീ കുലുങ്ങത്തില്ല. എന്ത് പ്രതിസന്ധി നിന്റെ ആത്മീയ ജീവിതത്തിൽ ആഞ്ഞടിച്ചാലും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നീ ആത്മീയ ഭവനം കെട്ടുയർത്തിയ ആളായതുകൊണ്ട് ലോകത്തിന്റെ ഒരു സമ്മർദ്ദത്തിനും നിന്നെ തകർത്ത് കളയുവാൻ പറ്റത്തില്ല. അത് വചനം കേട്ട് അനുസരിക്കുന്നവർ, വചനം കേട്ട് അങ്ങനെ ചെയ്യുന്ന ഏത് വ്യക്തിയുടെ മുകളിലും ലോകത്തിന്റെ സമ്മർദ്ദത്തിന് കൈകാര്യം ചെയ്യുവാൻ, നിങ്ങളെ കൈകാര്യം ചെയ്യുവാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, പ്രവചനങ്ങളുടെ പുറകെ ഓടാതെ, സൗഖ്യങ്ങളുടെ പുറകെ ഓടാതെ, ദൈവവചനത്തിൽ ആശ്രയിച്ച് കെട്ടുറപ്പുള്ള ഒരു ആത്മീയ ജീവിതം നീ പടുത്തുയർത്തിയാൽ ഒരു സാഹചര്യങ്ങൾക്കും നിന്നെ പിറകോട്ട് തള്ളിക്കളയാൻ പറ്റത്തില്ലെന്ന് ദൈവത്തിന്റെ വചനം ഇന്ന് പൽക്കാലം വിളിച്ചു പറയുകയാണ്. എന്നാൽ 26-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഈ വചനങ്ങളെ കേട്ട് ചെയ്യാതിരിക്കുന്നവൻ മണലിന്റെ അകത്ത് വീട് വെച്ചവന് തുല്യം. ഒരൊറ്റ കാറ്റടിച്ചാൽ മതി, ആ കാറ്റിന്റെ ശക്തിയിൽ ആ വീട് നിലംപതിക്കും. അതിന്റെ താഴെ പറയുന്നു, ആ വീഴ്ച ഭയങ്കരമായിരുന്നു. ആമേൻ. ഇന്ന് പകൽക്കാലം നീ വീട് പോകാതിരിക്കുവാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്റെ ആത്മീയ ജീവിതത്തിനെ പണിതുയർത്തിയാൽ ഒരു സാഹചര്യങ്ങൾക്ക് നിന്നെ തകർത്ത് കളയുവാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന് കരമടിച്ച് നല്ലൊരു മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഈ 2025 അവസാനം വന്ന് നിൽക്കുമ്പോൾ 2026 കടക്കുമ്പോൾ ഇന്ന് ദൈവത്തിന്റെ തിരുവചനം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിന്റെ ആത്മീയ ജീവിതം ഉറപ്പില്ലാത്ത ഒരു ഭവനമാണെന്ന് ആരുടെയെങ്കിലും മനസാക്ഷി പറയുന്നുവെങ്കിൽ സങ്കടപ്പെടാൻ വരട്ടെ. നിന്റെ സമയം കഴിഞ്ഞു പോയിട്ടില്ല. 2026 നിന്റെ മുമ്പിൽ തുറക്കപ്പെടുന്ന ഒരു വർഷമായതുകൊണ്ട് നിന്റെ ഭവനത്തിനെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ കെട്ടുയർത്തുവാൻ നിനക്ക് സമയമുണ്ട്. സ്തോത്രം. ഇന്ന് പാൽക്കാലം അങ്ങനെ ഒരു തീരുമാനമെടുക്കണം. കർത്താവേ, കഴിഞ്ഞൊരു വർഷം എൻ്റെ ആത്മീയ ജീവിതം അമ്പെ പരാജയപ്പെട്ടു പോയി. എനിക്കെൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒന്ന് ബലപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ 2026 ദൈവം എന്നെ ജീവനോട് വെച്ചത് ഈ ആത്മീയ ജീവിതത്തെ ഒന്ന് കരുപിടിപ്പിക്കാനാണ്. അതെത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകൽക്കാലം അങ്ങനൊരു തീരുമാനം എടുത്തിട്ട് വേണം 2026 നിങ്ങൾ കടക്കുവാൻ. ഞാൻ ഈ ദിവസങ്ങൾ ദൈവത്തിനോട് ചോദിച്ചു, കർത്താവേ, ഈ പുതുവർഷം വരുമ്പോൾ ഞാൻ ജനത്തിനോട് എന്ത് പറയും? ദൈവം എന്നോട് പറഞ്ഞ 2 കാര്യങ്ങളാണ്. അതൊന്നാണ് ഞാൻ ഇന്ന് വിളിച്ചു പറഞ്ഞത്. നിങ്ങളുടെ ആത്മീയ ജീവിതം അത് ഉറപ്പിക്കുന്ന ഒരു വർഷമായി 2026 മാറണം. സകല പ്രവചനങ്ങളെയും സകല രോഗസൗഖ്യങ്ങളും അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ പ്രവാചകന്മാരുടെ രോഗസൗഖ്യത്തിന്റെ പുറകെ പോകാതെ ദൈവത്തിന്റെ തിരുവചനത്തിൽ നിങ്ങൾ വിശ്വസിച്ച് ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വർഷമായി 2026 മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കരങ്ങളൊക്കെ അടിച്ച് എൻ്റെ ദൈവത്തിന് നല്ലൊരു മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ശക്തിയോടെ കരങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട്